സംസ്ഥാനത്ത് കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ സർക്കാരിന്റെ ക്യാമ്പയിൻ. രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായതോടെയാണ് ഈ ക്യാമ്പയിനിലേക്ക് കടക്കുന്നത്. സ്പർശ് എന്ന പേരിൽ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഇന്നു മുതൽ 2 ആഴ്ച കാലത്തേക്കാണ്. കഴിഞ്ഞ വർഷം കുഷ്ഠരോഗം കണ്ടെത്തിയത് 133 പേർക്ക്. ഇതിൽ 117 പേർക്ക് തീവ്രത കൂടിയ കുഷ്ഠരോഗം. രോഗം കണ്ടെത്താൻ വൈകിയതും തീവ്രത കൂടിയതും കാരണം ഇതിൽ 7 പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. നിലവിൽ 600-ലേറെ പേർ കുഷ്ഠരോഗ ചികിത്സയിലുണ്ട്. കൂടുതൽ രോഗികൾ കോഴിക്കോട് ജില്ലയിലാണ്. ഈ കണക്കുകൾ പരിഗണിച്ചാണ് സ്പർശം എന്ന പേരിൽ പുതിയ രോഗികളെ കണ്ടെത്താൻ ക്യാമ്പയിൻ വഴി പരമാവധി പേരെ പരിശോധിക്കും. ജില്ലകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചായിരിക്കും പരിശോധന. ശരീരത്തിൽ തടിച്ച പാടുകളോ സ്പർശനശേഷി ഇല്ലാത്ത പാടുകളോ ഉള്ളവർ സ്വയം സന്നദ്ധരായി പരിശോധനയ്ക്ക് എത്തണമെന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. പരമാവധി ബോധവൽക്കരണവും ഈ ദിവസങ്ങളിൽ നൽകും. തുടക്കത്തിൽ തന്നെ രോഗം കണ്ടെത്തിയാൽ കൃത്യമായ ചികിത്സ വഴി രോഗം പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. വൈറസ് ശരീരത്തിൽ കയറിയാൽ 3 മുതൽ 5 വർഷം വരെ എടുത്താകും രോഗലക്ഷണം കാണിക്കുക. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ രോഗം തീവ്രമാകുകയും അംഗവൈകല്യം ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്യും. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.